ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോയറിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് 8 ഫിനാൻഷ്യൽ റേഷ്യോസ് ടു നോ ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ ഇതുവരെ പണം നിക്ഷേപിച്ചത് പല കാര്യങ്ങളും അറിയാതെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനീൻ്റെ വളരെ പ്രധാനപ്പെട്ട 8 റേഷ്യോസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു അനുപാതം, ഫിനാൻഷ്യൽ റേഷ്യോ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 8 റേഷ്യോസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ യഥാർത്ഥത്തിൽ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്രട്ട് കോഡാണ് that can reveal the hidden strength or weakness of any business. അതായത് ഒരു ബിസിനസ്സിൻ്റെ, അത് എത്രത്തോളം വലിയ ബിസിനസ് ആയിക്കോട്ടെ, എത്രത്തോളം ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസ്സിൻ്റെ ഒരു ഹിഡൻ സ്ട്രെങ്ത്, ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന വീക്ക്നെസ്, അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്താണ് എന്നുള്ള കാര്യം പഠിച്ചിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് അത് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അപഗ്രഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഫിനാൻഷ്യൽ റേഷ്യോ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിനെ വളരെ ചെറിയ രീതിയിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്നിട്ടും മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, നമ്പേഴ്സ് ടെൽ ദ റിയൽ സ്റ്റോറി ബിഹൈൻഡ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്, ഇപ്പം ഒരു കമ്പനിയുടെ ഒരു മാനേജർ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ കമ്പനി വളരെ നല്ലതാണ്, നമ്മുടെ കമ്പനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചിലർ വന്നിട്ട് പറയുന്നു നമ്മുടെ കമ്പനി വളരെ സ്ട്രോങ് ആണ്. ഇനി കമ്പനിയുടെ CEO പോലും ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങൾ അതിനേക്കാളും വളരെ ശക്തമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ പോയിട്ട് പരിശോധിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? വാക്കാലെ ആർക്കും എന്തും പറയാൻ പറ്റും. എന്നാൽ ഒരു കമ്പനി പബ്ലിഷ് ചെയ്ത ആനുവൽ റിപ്പോർട്ടിൽ യാതൊരു കാരണവശാലും എറേഴ്സ് ഉണ്ടാവില്ല. കാരണം അത് ഗവൺമെൻറ് വെരിഫൈ ചെയ്യുന്നതാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെരിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളിലുള്ള ഒരു ഡാറ്റയാണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ജസ്റ്റ് നിങ്ങൾ ആ ഫിനാൻഷ്യൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഇനീഷ്യൽ ഹൂക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ നന്നായിട്ട് ലെങ്ത് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. Why financial ratios are crucial for investors? Financial ratios simplify complex company data into actionable insights. അതായത് നിങ്ങൾക്ക് നമ്മുടെ ഇപ്പം റിലയൻസ് ആയാലും ടാറ്റ മോട്ടോഴ്സ് ആയാലും അല്ലെങ്കിൽ ആപ്പിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഗൂഗിൾ ആയാലും എത്രത്തോളം വലിയ കമ്പനി ആയിക്കോട്ടെ, എത്രത്തോളം ചെറിയ കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനിയിൽ നടക്കുന്ന ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ട്രാൻസാക്ഷൻ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ 100 കോടിയായിരിക്കും, 1000 കോടിയായിരിക്കും, 10000 കോടിയായിരിക്കും, ഈവൻ ലക്ഷം കോടി പോലും ആയിരിക്കാം. ഓക്കെ, ഇപ്പം റിലയൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഓരോ വർഷവും അതിൻ്റെ ആനുവൽ ടേൺ ഓവർ ഒരു 10 ലക്ഷം കോടിക്ക് മുകളിലൊക്കെയാണ് അതിൻ്റെ റവന്യൂ ഒക്കെ പോകുന്നത്, അല്ലേ? അപ്പം അത്രത്തോളം വലിയ ഫൈനാൻഷ്യൽ ഡാറ്റ അപഗ്രഥിച്ച് കംപ്ലീറ്റ് നോക്കി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് ഫിനാൻഷ്യൽ റേഷ്യോസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റോള് വരുന്നത്. ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മൾക്കൊന്ന് കണ്ടാൽ കൂടി നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് കമ്പനീനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദ ഹെൽപ്പ് അസസ് പ്രോഫിറ്റബിലിറ്റി. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കമ്പനിയുടെ മൂല്യത്തിന്, വാല്യുവേഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കമ്പനി ഓവർ പ്രൈസ്ഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഈൽഡ് അതിൻ്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കമ്പനി ഒരുപാട് ഡെപ്റ്റ് എടുത്ത് കൂട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കൊണ്ടാണോ ആ കമ്പനി നല്ല ശക്തമായിട്ട് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒക്കെ നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ കമ്പനിക്ക് അതിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്നൊരു സംഭവമാണ് ഇത് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനിക്ക് ഒരു ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടാവും. സോ ആ ബാധ്യത കമ്പനിക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞുതരും. ലിക്വിഡിറ്റി റേഷ്യോ വളരെ സിമ്പിളാണ്. അതിൻ്റെ കമ്പനിയുടെ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി, അല്ലേ? അതായത് ലിക്വിഡിറ്റി റേഷ്യോ അതിൻ്റെ ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 ആണ്.
ഓക്കെ, 1ൽ താഴെയാണെങ്കിൽ ആ കമ്പനിക്ക് ടെമ്പററി ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടെന്നും 1ന് മുകളിലാണെങ്കിൽ ആ കമ്പനി സ്ട്രോങ് ആയിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ലിക്വിഡിറ്റി റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത് 8 വളരെ പ്രധാനപ്പെട്ട റേഷ്യോസിനെ പറ്റിയിട്ടാണ്. That will definitely guide your investment decisions. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനത്തിന് തീർച്ചയായിട്ടും ശക്തമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഈ വീഡിയോ. ഫസ്റ്റ് വൺ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ PE റേഷ്യോ. നിങ്ങളിപ്പോൾ മണി കൺട്രോൾ എന്താ പറയുക അധികം വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മണി കൺട്രോളിൽ പോയിട്ട് ഓരോ കമ്പനീൻ്റെയും ഫിനാൻഷ്യൽ ഡാറ്റ ഒക്കെ എടുത്ത് പരിശോധിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് കാണിക്കില്ല, PE റേഷ്യോ എന്നേ കാണിക്കൂ. ഇപ്പോൾ നിങ്ങൾ മണി കൺട്രോൾ നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളിപ്പം ഗ്രോയിൻ്റെ ആപ്പിലാണ് നോക്കുന്നതെങ്കിൽ കൂടി അതിൽ മാർക്കറ്റ് ക്യാപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഒക്കെ കാണിക്കുന്ന ഒരു സെക്ഷനിൽ തന്നെ PE റേഷ്യോ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് PE റേഷ്യോ? PE റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ഇൻവെസ്റ്റേഴ്സിന് പറയുക, എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കണോ, അവരുടെ ഫണ്ട് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം ഇവർക്ക് എടുക്കാൻ ജസ്റ്റ് ഒരു PE റേഷ്യോ വളരെ ശക്തമായിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് PE റേഷ്യോ മാത്രം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ PE റേഷ്യോ മനസ്സിലാക്കുന്നതിലൂടെ ആ കമ്പനീനെ പറ്റിയിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടും. ഓക്കെ, ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ്, അതായത് ദിസ് ഷോസ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ഈച്ച് റുപ്പി ദ കമ്പനി ഏൺസ്. അതായത് കമ്പനി ഓരോ 1 രൂപ നേടുമ്പോഴും എത്രത്തോളം രൂപ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന് PE റേഷ്യോ നമുക്ക് കാണിച്ചു തരും. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മച്ച് ഇത് അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ 1 ഓഫ് ഈച്ച് ഏർണിങ്സ് അല്ലേ. ഇതാ നമ്മൾ രണ്ടാമത് ഇവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ സ്റ്റോക്ക് വിത്ത് എ PE റേഷ്യോ ഓഫ് 20 മീൻസ് ഇൻവെസ്റ്റേഴ്സ് പേ 20 ഫോർ എവറി 1 റുപ്പി ഓഫ് ഏർണിങ്സ്. ഇപ്പം റിലയൻസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ PE റേഷ്യോ എന്താ പറയുക നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, നിങ്ങൾ ജസ്റ്റ് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റിലയൻസിൽ തന്നെ അതിൻ്റെ PE റേഷ്യോ 20 ആണെന്ന് കരുതുക, PE റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ PE റേഷ്യോ 20 എന്ന് പറഞ്ഞാൽ റിലയൻസ് 1 രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഇൻവെസ്റ്റർ ആ 1 രൂപക്ക് മുകളിൽ 20 രൂപ കൊടുത്തിട്ട് ആ ഷെയർ വാങ്ങാൻ സന്നദ്ധമാണ് എന്നാണ് പറയുന്നത്. ആ 1 രൂപക്ക് പുറമെ അല്ലെങ്കിൽ ആ 1 രൂപക്ക് 20 രൂപ കൊടുത്തിട്ട് ആ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ തയ്യാറാകുന്നുണ്ട് എന്നാണ് PE റേഷ്യോ പറഞ്ഞു തരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് അതല്ല. മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ഇപ്പോൾ റിലയൻസിൻ്റെ മാർക്കറ്റ് പ്രൈസ് 2000 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അതിൻ്റെ കമ്പനിയുടെ ഇൻകം, വരുമാനത്തിൻ്റെ ഒരു ഭാഗം. അതായത് ഇപ്പോൾ കമ്പനിയുടെ ഈ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അതാണ് വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഷെയർ ഓൺ ചെയ്യുന്നവർക്ക് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ് ഏർണിങ്സ് പെർ ഷെയർ പറഞ്ഞിരുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് PE റേഷ്യോ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ എടുത്തിട്ട് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡിക്കേറ്റ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ 1 റുപ്പി ഏർണിങ്സ്. കമ്പയർ ദ PE റേഷ്യോ വിത്ത് പിയേഴ്സ് ഇൻ ദ സെയിം സെക്ടർ. അതായത് ഇപ്പം നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുക, മാരുതി സുസുക്കി എടുക്കാം, മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി എടുക്കാം. ഈ 3 കമ്പനിയും കാറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. സോ ഈ 3 കമ്പനിയുടെയും PE റേഷ്യോ നിങ്ങൾ സ്ക്രീനറിൽ പോയിട്ടോ അല്ലെങ്കിൽ മണി കൺട്രോൾ പോലെയുള്ള വെബ്സൈറ്റ് പോയിട്ടോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ആനുവൽ റിപ്പോർട്ടിൽ പോയിട്ടോ നിങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ 3ൻ്റെയും PE റേഷ്യോ, ഇൻഡസ്ട്രി PE റേഷ്യോ എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അപഗ്രഥനം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സൊമാറ്റോ എന്ന് പറയുന്നതും സ്വിഗ്ഗി എന്ന് പറയുന്നതിൻ്റെ കമ്പനി നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇത് രണ്ടും ഫുഡ് സെക്ടറിൽ
ഉള്ള ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ കമ്പനിയാണ്. ഇതിൻ്റെ PE റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. PE റേഷ്യോ 354. സ്വിഗ്ഗിയുടെ PE റേഷ്യോ ഇപ്പം റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത IPOയിലൂടെ വന്നതുകൊണ്ട് സ്വിഗ്ഗീൻ്റെ കൊടുത്തിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് സ്വിഗ്ഗീൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആനുവൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റിൽ നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ PE റേഷ്യോ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. 354.86 ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് PE റേഷ്യോ. അതായത് ഇൻവെസ്റ്റേഴ്സ് ഹൈലി ഒപ്റ്റിമിസ്റ്റിക് ആണ് സൊമാറ്റോ സ്റ്റോക്കിന്റെ മുകളിൽ. അതായത് സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തതാണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. അസസിങ് ദ ഇൻട്രൻസിക് വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർലീനമായിട്ടുള്ള വാല്യൂ, അതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2000 അതിൻ്റെ ഇൻട്രിൻസിക്, അതായത് ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് നമുക്ക് യാതൊരു കാരണവശാലും പറയാൻ പറ്റില്ല. മാർക്കറ്റ് പ്രൈസ് തന്നെ ഇൻട്രിൻസിക് വാല്യൂ ആവാം, പക്ഷെ നമുക്ക് യാതൊരു കാരണവശാലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതിൻ്റെ റിയൽ വാല്യൂ എപ്പോഴും മാറ്റം ഉണ്ടായിരിക്കും. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് പ്രൈസിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. സോ മാർക്കറ്റ് പ്രൈസ് ഏതൊരു സമയവും മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതിൻ്റെ LTP, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് PB റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? റിയൽ വാല്യൂ ഓഫ് ഷെയർ ആണ്. അതായത് ബുക്കിലുള്ള മൂല്യം, ഒരു കമ്പനിയുടെ ബുക്കിലുള്ള മൂല്യം. ഇപ്പം ഒരു കമ്പനിയുടെ ബുക്കിലുള്ള മൂല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല. അതായത് ഒരു കമ്പനിയുടെ ഒരു ടോട്ടൽ അസറ്റ്സ് എടുത്ത് വെച്ച് നോക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷുകളുടെ ഒരു സമ്മേഷൻ നോക്കും. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കമ്പനിയുടെ റിയൽ വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റേഷ്യോ കിട്ടുക. കമ്പയർസ് ദ മാർക്കറ്റ് പ്രൈസ് ടു ദ കമ്പനീസ് നെറ്റ് അസറ്റ് വാല്യൂ. ഓക്കെ, PB റേഷ്യോ 1 കുറവാണ് എങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്. അസറ്റ്സ് വർത്ത് മോർ ദാൻ മാർക്കറ്റ് ക്യാപ്. ഓക്കെ, അണ്ടർ വാല്യൂഡ് ആണ്. PB റേഷ്യോ 1 കുറവാണ് എങ്കിൽ കമ്പനി അണ്ടർ വാല്യൂഡ് ആണ്. കമ്പനിക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും കൂടുതൽ എന്തുണ്ട്? അസറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി PB റേഷ്യോ 1 കൂടുതലാണ് എങ്കിൽ ഓവർ വാല്യൂഡ് ആണെന്നാണ് അർത്ഥം. അതായത് കമ്പനിയുടെ അസറ്റ്സ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെക്കാട്ടും എന്താണ്? കുറവാണെന്നാണ് അതിനർത്ഥം. ഓക്കെ, കമ്പനിയുടെ അസറ്റ്സ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും കുറവാണെന്ന്. ഓക്കെ, എക്സാമ്പിൾ, എ PB റേഷ്യോ ഓഫ് 0.8 മീൻസ് ദ സ്റ്റോക്സ് ട്രേഡ് അറ്റ് 80% ഓഫ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. ഇനി എന്താണ്? ഇനി നമ്മൾ അടുത്ത പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും. അതായത് കമ്പനിക്ക് ആരൊക്കെയാണ് ലോൺ കൊടുക്കുക, അതായത് ലോങ് ടേം ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പം കമ്പനിയിൽ ഇപ്പം വലിയ വലിയ ബാങ്ക് നോക്കും, വലിയ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കും, കമ്പനിക്ക് വലിയ ഫണ്ട് കൊടുക്കുന്ന ലെൻഡേഴ്സ് നോക്കും. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒക്കെ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അനുപാതത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ ഇവരൊക്കെ കമ്പനിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർ കൊടുക്കുന്ന ഫണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ കൊടുക്കാതെ ഇരിക്കും. ഓക്കെ, അതാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ദിസ് ടെൽസ് us how much debt the company has compared to its own money. A high ratio means the company has borrowed a lot which can be risky. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ലയബിലിറ്റി ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. അപ്പം ന്യൂമറേറ്ററിൽ എന്താണ് വരുന്നത്? ടോട്ടൽ ലയബിലിറ്റി ആണ് വരുന്നത്. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റർ കൂടുതലാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവും ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ അല്ലേ അവിടെ കൂടുതലായിട്ട് വരിക. ന്യൂമറേറ്റർ കൂടുതലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലയബിലിറ്റീസ് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലയബിലിറ്റി ആ കമ്പനി എടുത്തു കൂട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. മെഷേഴ്സ് എ കമ്പനീസ് ലെവറേജ് ഓർ റിലയൻസ് ഓൺ ഡെപ്റ്റ് വേഴ്സസ് ഇക്വിറ്റി ഫോർ ഫണ്ടിങ്. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ, ഹൈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ റിസ്കിയാണ്. ഹയർ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൂടുതലുള്ള ഒരു കമ്പനിക്ക് മറ്റുള്ളവർ കടം കൊടുക്കാനുള്ള പ്രോബബിലിറ്റി കുറവല്ലേ? വളരെ ബേസിക് നോളജ് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള നോളജ് ആണ് ഇവിടെ പറയുന്നത്. ഹൈ ഡെപ്റ്റ് റിലയൻസ്. ഇനി ലോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ ബട്ട് മേ ലാക്ക് ഗ്രോത്ത് അഗ്രസീവ്നെസ്.
അത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഓഫ് 2 മീൻസ് 2 rupee ഓഫ് ഡെപ്റ്റ് ഫോർ എവറി 1 rupee ഓഫ് ഇക്വിറ്റി. മനസ്സിലായോ? വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ കമ്പനി ലോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു വളർച്ച കമ്പനി കാണുന്നില്ല, കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നില്ല, കമ്പനി ഒരു സ്റ്റേബിൾ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അർത്ഥം, അല്ലെങ്കിൽ കമ്പനി ഒരു മന്ദഗതി അല്ലെങ്കിൽ ഒരു പീക്ക് ലെവലിൽ എത്തി എന്നാണ് അർത്ഥം. അതും നല്ലതല്ല. കമ്പനിക്ക് കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ സിമ്പിൾ ആണ്. ഇപ്പം നമ്മളിപ്പം ഒരു 10 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ ബാങ്കിൽ FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാങ്കുകാർ പറയുന്നു നിങ്ങൾക്ക് 6% റിട്ടേൺ തരുന്നു അല്ലെ. 6% എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന്റെ 6% എത്രയാണ്? 60,000 രൂപ. അത് തന്നെയാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എത്ര റിട്ടേൺ നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടും എന്നാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് കമ്പനിയുടെ കേസിലും. ഹൗ എഫിഷ്യന്റ് ഈസ് മാനേജ്മെന്റ്. അതായത് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ഇപ്പം നമുക്ക് 6% ഒരു ബാങ്ക് തരുന്നു പറഞ്ഞു, മറ്റൊരു ബാങ്ക് പറയുന്നത് നമുക്ക് 12% റിട്ടേൺ തരുന്നു. ഓക്കെ, അങ്ങനെ തരുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കുക? ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണോ ആ ബാങ്കിലായിരിക്കും നമ്മൾ നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി കൊണ്ടുപോയി നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പം അവരുടെ മാനേജ്മെന്റ് അത്രത്തോളം എഫിഷ്യന്റ് ആണ് എങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അവർക്ക് കൂടുതൽ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ ഫോർമുല എന്ന് പറയുന്നതാണ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. വളരെ സിമ്പിൾ ആണ് അല്ലെ. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. അതായത് ഇപ്പം ഒരു റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു 1 ലക്ഷമാണെന്ന് കരുതുക. 1 ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു 10 ലക്ഷമാണെന്ന് കരുതുക. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുക. എത്രയാണ് നമ്മുടെ വരിക? 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10% അല്ലേ? അതെ, 1 lakh ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10%. ഓക്കെ, 10% റിട്ടേൺ ആണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് അർത്ഥം. ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ എ കമ്പനി ജനറേറ്റ്സ് പ്രോഫിറ്റ്സ് യൂസിങ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എഫിഷ്യന്റ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി. ഹൈ ആണെങ്കിൽ, ലോ ആണെങ്കിലോ ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ. എ 20% റിട്ടേൺ ഓൺ ഇക്വിറ്റി മീൻസ് 20 rupee earned for every 100 rupee of shareholders investment. കറന്റ് റേഷ്യോ നെക്സ്റ്റ് ആണ്. കറന്റ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറന്റ് റേഷ്യോ ക്യാൻ ദ കമ്പനി പെയ്ഡ്സ് ഷോർട്ട് ടേം ഡെപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിക്ക് അതിന്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കറന്റ് റേഷ്യോ ഒരു ഇൻവെസ്റ്റർ നോക്കുന്നത്. ഓക്കെ, ഇത് കാര്യമായിട്ടുള്ള രീതിയിൽ വാച്ച് ചെയ്യുന്ന അല്ലെ കറന്റ് റേഷ്യോനെ കൂടുതലായിട്ടും അറിയാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയുടെ കറന്റ് റേഷ്യോ വളരെ ശക്തമായിട്ട് നോക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒന്ന് എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. മറ്റൊരാളെന്ന് പറയുന്ന ആരാണ്? കമ്പനിയിലെ തന്നെ എംപ്ലോയീസ് നോക്കും അല്ലെ. എംപ്ലോയീസ് എന്തിനാണ് നോക്കുന്നത്? ഇപ്പം ഈ കമ്പനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറന്റ് റേഷ്യോ ഇല്ല എങ്കിൽ ഇവർക്ക് ശമ്പളം കിട്ടാനുള്ള പോസിബിലിറ്റി വരെ കുറയും. സോ അവരും നോക്കും. പിന്നെ ഷോർട്ട് ടേം ലെൻഡേഴ്സ് നോക്കും അല്ലെ. അതായത് 1 വർഷത്തിൽ താഴെ കമ്പനിക്ക് ലോൺ കൊടുത്തത് ആരൊക്കെയാണോ ഇവരൊക്കെ കറന്റ് റേഷ്യോ നോക്കിയിരിക്കും. കാരണം ഇവർ കൊടുത്ത ഫണ്ട് തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ഇവർ ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, കറന്റ് റേഷ്യോ ഈക്വൽ ടു കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇവാലുവേറ്റ്സ് ദ കമ്പനീസ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ. കറന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ആ കറന്റ് റേഷ്യോ 1 കൂടുതലാണെങ്കിൽ ഗുഡ് ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. കാരണം കറന്റ് അസറ്റ് ആണ് മുകളിൽ, ന്യൂമറേറ്ററിൽ കറന്റ് അസറ്റ് കൂടുതലാണ് എങ്കിൽ എന്താ സംഭവിക്കുക? അസറ്റ് കൂടുതലാണെന്ന് അർത്ഥം അല്ലേ. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ കറന്റ് അസറ്റ് കുറവാണ് എങ്കിൽ ലയബിലിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം 1 കുറവാണ് എങ്കിൽ പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഉണ്ടെന്നാണ് അർത്ഥം. എ റേഷ്യോ ഓഫ് 1.5 മീൻസ് ദ കമ്പനി ഹാസ് 1.5 rupee ഇൻ അസറ്റ്സ് ഫോർ എവറി 1 rupee ഓഫ് ലയബിലിറ്റി. അതായത് കമ്പനിക്ക് 1 രൂപ ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ട് എങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് 1.5 രൂപയുടെ ഷോർട്ട് ടേം അസറ്റ്സ് അല്ലെങ്കിൽ കറന്റ് അസറ്റ് കമ്പനിക്ക് ഉണ്ട് എന്നാണ് അത് പറഞ്ഞു തരുന്നത്. ഇനി 6ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഏർണിങ്സ് പെർ ഷെയർ. മെഷറിംഗ് പ്രോഫിറ്റബിലിറ്റി പെർ ഷെയർ ആണ് അത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് അല്ലെ. അതായത് ഒരു കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് EPS.
ഏർണിംഗ് പെർ ഷെയർ പറഞ്ഞിരുന്നത്. ഏർണിംഗ്സ് പെർ ഷെയറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. റിയൽ ഫോർമുല എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു അല്ലേ. അത് നെറ്റ് ഇൻകം, അത് ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് കമ്പനിയുടെ റിയൽ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്, കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഒരു കമ്പനിക്ക് എന്താ പറയുക, കമ്പനിക്ക് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ബാധ്യത കമ്പനിക്ക് ഉണ്ടാകും. കാരണം അവർ ഇനീഷ്യലി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രിഫേർഡ് ഡിവിഡൻസ് നമ്മൾ ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പം ക്യുമുലേറ്റീവ് പ്രിഫേർഡ് ഡിവിഡൻഡ് ആയിട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ ക്യുമുലേറ്റീവ് പ്രിഫേർഡ് ഡിവിഡൻഡും ആയിട്ടും ഉണ്ടാവും. സോ ഇവർക്ക് നെറ്റ് ഇൻകം ഒരു കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രിഫേർഡ് ഡിവിഡൻഡിന് നേരത്തെ പറഞ്ഞു വെച്ച തുക കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻഡിന്റെ തുക കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എല്ലാം കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ റിയൽ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ അതാണ് നെറ്റ് ഇൻകം ആയിട്ട് അവിടെ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻസ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. വാൻസ്കോ എന്ന് പറയുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ കമ്പനിയിൽ റീപർച്ചേസ്മെന്റ്, അതായത് ഒരു ഷെയർ ഇപ്പോൾ കമ്പനിക്ക് കൃത്യമായിട്ടും ഒരു വർഷത്തിൽ അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. ചില സമയം ട്രഷറി സ്റ്റോക്ക് അല്ലെങ്കിൽ റീപർച്ചേസ്മെന്റ് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് കമ്പനിയുടെ ഷെയർ തിരിച്ചു വാങ്ങുന്ന അവസ്ഥകളൊക്കെ വരുമ്പം ആ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന് മാറ്റം വരും. സോ ഇങ്ങനെ മാറ്റം വരുമ്പം വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യുക. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെപ്പറേറ്റ് യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹയർ EPS ഈക്വൽ ടു ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി പെർ ഷെയർ അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഹയർ EPS അതായത് കൂടുതൽ EPS ആണ് എങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും അതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കും. ഓക്കെ, കമ്പയർ EPS ഗ്രോത്ത് ഓവർ ടൈം ഫോർ ബെറ്റർ ഇൻസൈറ്റ്സ്. നിങ്ങൾ പല കമ്പനിയും എടുത്ത് നിരത്തി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ EPS ഓരോ വർഷവും സംഭവിച്ചിട്ടുള്ള EPS നോക്കുക. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തന്നെ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ EPS വളർച്ചയാണോ താഴ്ചയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഷെയർ പ്രൈസും കൂടി നോക്കുക. EPS കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസും കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇഫ് EPS ഗ്രോസ് കൺസിസ്റ്റന്റ്ലി ഇറ്റ് സിഗ്നൽസ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇനി ഡിവിഡൻഡ് ഈൽഡ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഓൺ ഇക്വിറ്റി പോലെ തന്നെയാണ് ഡിവിഡൻഡ് ഈൽഡും. ഡിവിഡൻഡ് ഈൽഡിൽ ഹൗ മച്ച് ഇൻകം വിൽ യു ഏൺ, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഒരു ഷെയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയറിന് അനുപാതമായിട്ട് എത്ര ഡിവിഡൻഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഡിവിഡൻഡ് ഈൽഡ് പറഞ്ഞിരുന്നത്. ഡിവിഡൻഡ് ഈൽഡിന്റെ ഇക്വേഷൻ എന്താണ്? ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ITC എന്ന് പറയുന്ന കമ്പനിയുടെ എടുത്തിട്ട് നോക്കാം. ITC കഴിഞ്ഞ വർഷം എത്ര ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മ് ചെയ്ത് നോക്കാം. അത് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്താൽ ആ ഡിവിഡൻഡ് ഈൽഡ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻഡിക്കേറ്റ്സ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഡിവിഡൻസ്. ഹൈ ഈൽഡ് ഈസ് അട്രാക്റ്റീവ് ഫോർ ഇൻകം ഫോക്കസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ബട്ട് മേ ഇൻഡിക്കേറ്റ് സ്ലോ ഗ്രോത്ത്. അപ്പം ഡിവിഡൻഡ് ഈൽഡ് കമ്പനീസിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു തനി സ്വഭാവമാണ്. അവർ ഹൈ ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടി ആ കമ്പനിയുടെ ഷെയർ പ്രൈസിന് നല്ല ശക്തമായിട്ടുള്ള ഗ്രോത്ത് കാണില്ല. ഓക്കെ, സ്ലോ ഗ്രോത്ത് ആയിരിക്കും. കാരണം എന്താണ്? ഇവർ കൂടുതലായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കുമ്പം ഇവരുടെ കയ്യിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കമ്പനി മാറ്റിവെച്ച അവരുടെ റിസർവ് ഫണ്ട് കൂടുതലായിട്ട് ഇവർ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിവിഡൻഡ് കുറവ് കൊടുക്കുന്ന കമ്പനിയാണെങ്കിലോ, ഡിവിഡൻഡ് കുറവ് കൊടുക്കുന്ന നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ഇവരുടെ റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഇവർ മാറ്റിവെച്ച ഇവരുടെ പ്രോഫിറ്റ് അക്യുമുലേഷൻ ഇവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ പുതിയ ഇൻകം സോഴ്സസ് കമ്പനിക്ക് വർദ്ധിക്കും. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കാണും. അപ്പോൾ കമ്പനിയുടെ ആൻറ്റിസിപ്പേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ കൂടും, ഷെയർ പ്രൈസ് കൂടും, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് കൂടും. ഓക്കെ, എക്സാമ്പിൾ, എ 5% yield means 5 rupee earned annually for every 100 rupee invested. ഇനി 8ാമത്തെ
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ എന്ന് പറയുന്നത് അല്ലേ. ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ എന്താണ് പറഞ്ഞു തരുന്നത്? ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ ദ ട്രൂ മെഷർ ഓഫ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഒരു കമ്പനിയുടെ വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിൻ്റെ ഒരു മെഷർ പറഞ്ഞുതരും. ഫ്രീ ക്യാഷ് ഫ്ലോ ഈസ് ദ മണി ദ കമ്പനി ഹാസ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് ഫോർ തിങ്സ് ലൈക്ക് ന്യൂ എക്വിപ്മെൻറ്റ് ഓർ ബിൽഡിംഗ്. പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ മീൻസ് ദ കമ്പനി ഹാസ് മണി ടു ഇൻവെസ്റ്റ് ഓർ പേ ബാക്ക് ഡെബ്റ്റ്. വളരെ സിമ്പിളാണ്. ഷോസ് ഹൗ മച്ച് ക്യാഷ് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ കവറിങ് ക്യാപിറ്റൽ എക്സ്പെൻസസ്. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻസ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ പറഞ്ഞു തരും. ഫ്രീ ക്യാഷ് ഫ്ലോ മാർജിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ ടോട്ടൽ റവന്യൂ ഇൻറ്റു 100. ഓക്കെ. പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷനാണ്. അതുപോലെ തന്നെ ബാക്കി വന്ന എമൗണ്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ. നെഗറ്റീവ് ആണെങ്കിലോ ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജ്. കമ്പനി ഗ്രോത്ത് സ്റ്റേജിലാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയും. കാരണം കമ്പനിക്ക് ലെഫ്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവില്ല. ബിക്കോസ് അവർ അത് പല രീതിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഇനീഷ്യലി ക്യാഷ് കുറവായത് കൊണ്ട് തന്നെ അവർക്ക് ബാലൻസ് എമൗണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. A 15% margin means 15 rupee of free cash for every 100 rupee of earnings. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ 8 റേഷ്യോസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഈ റേഷ്യോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരാൾ മനസ്സിലാവേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഒരു കോമൺ പീപ്പിളിന് മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദീസ് 8 റേഷ്യോസ് പ്രൊവൈഡ് 360 വ്യൂ ഓഫ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. അതായത് നിങ്ങളൊരു ആനുവൽ റിപ്പോർട്ട് വായിക്കുമ്പം കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോ സെഗ്മെന്റ് അല്ലെങ്കിൽ സെക്ഷനിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് ഈ റേഷ്യോ നോക്കുന്നത് വഴി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ ഈ റേഷ്യോസ് ഒക്കെ നിങ്ങൾ ടുഗദർ മൊത്തത്തിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. ഒരു റേഷ്യോ മാത്രമായിട്ട് നോക്കരുത്. എല്ലാം കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്യൂ ഡിലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേക്ക് അവേ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കമ്പൈനിങ് റേഷ്യോ വിത്ത് റിസർച്ച് ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോളജ് പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. കാരണം ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ശക്തമായിട്ടുള്ള റവന്യൂ കൊണ്ടുതരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യൂട്ടാണിത്. ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് പോലെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.